നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ മാണിക്കത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. മാണിക്കത്തുപടി ജനകീയ റോഡിൽ പുന്നവീട്ടിൽ കുട്ടൻ എന്ന ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ ഇല്യാസ് മകൻ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. കുട്ടൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. കുട്ടനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകീറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന് ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്ത് വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇവരെ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പ്രാഥമിക ചികിത്സ നൽകി ഇവരെ തിരികെ വീടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതേസമയം പരിക്കേറ്റവർക്ക് പരാതികളില്ലെന്ന് അറിയിച്ചതിനാൽ മറ്റ് നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി ബീച്ച് ഇത്തിക്കാട്ട് വീട്ടിൽ ഉണ്ണിമോൻ എന്ന 49 വയസ്സുള്ള വിനോദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്നു കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2019 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗിക പീഡനം നടത്തിയെന്നാണ് കേസ്. മറ്റൊരു പോക്സോ കേസിൽ പ്രതിക്കെതിരെ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി 73 വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ചിരുന്നു. പീഡന വിവരം അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിന് കേസിലെ 2-3 പ്രതികൾക്ക് 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ ഗ്രേഡ് സീനിയർ CPO MR സിന്ധു പ്രോസിക്യൂഷനെ സഹായിച്ചു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമികളെ ഉപയോഗിച്ച് 300 കോടി രൂപയോളം കവർന്ന കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യ സൂത്രധാരനായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് കുന്നംകുളം MLA AC മൊയ്തീനെന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു. NDA കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ, സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MD രാജീവ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, KR അനീഷ് മാസ്റ്റർ, BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു വേലൂർ എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, അഭിലാഷ് കടങ്ങോട്, സുജിത് എന്നിവർ നേതൃത്വം നൽകി. 9 മണിക്കൂർ ED ചോദ്യം ചെയ്തിട്ടുള്ള MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശേഷണം. 28 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് ED അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണം. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്ന സമയത്ത് 300 കോടി രൂപയുടെ കരുവന്നൂർ അഴിമതിയുടെ മുഖ്യ ആസൂത്രകനായി കുറ്റപത്രത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ആൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖ്യ വിശേഷം. ഒരുപക്ഷെ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ MLA എന്നതിൽ കുന്നംകുളത്തെ അപാലവൃദ്ധം ജനങ്ങളും ഈ ഘട്ടത്തിൽ വലിയ അപമാനം നേരിടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കരുവന്നൂർ വിഷയത്തെ പറ്റി വിശേഷമായിട്ട് തൃശ്ശൂർ ജില്ലക്കാരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള തരികിടകളിൽ ഒന്നാണത്. ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളുടെ പൈസ അപഹരിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന സാമ്പത്തിക തിരിമറികൾ ധാരാളം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ പറ്റിക്കപ്പെടുന്ന ആളുകൾ അന്യരായിട്ടുള്ള ആളുകളാണ്. കരുവന്നൂർ അഴിമതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തക്കാരാൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അഴിമതിയാണ്. വാഴാനി ഡാമിൽ നിന്നും ചൂണ്ടൽ പഞ്ചായത്തിലേക്ക് വെള്ളമൊഴുക്കി വിടുന്ന പ്രദേശങ്ങളായ തലക്കോട്ടുകര, മണലി, കേച്ചേരി എന്നിവിടങ്ങളിൽ കനാൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ ജനപ്രതിനിധികളുടെ സംഘം പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ സംഘത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്,
വാഴാനി ജലസേചന ഉപദേശക സമിതി അംഗം ബൈജു എന്നിവരാണ് ഉണ്ടായിരുന്നത്. മാർച്ച് 16-ന് വാഴാനിയിൽ നിന്ന് വെള്ളം കനാൽ വഴി തുറന്നുവിടും. രണ്ടാം ദിനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചേരുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നു. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്കൊഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരുക്കിയിട്ടുള്ള അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി ഗുരുവായൂർ നഗരസഭയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഭരണപ്രതിപക്ഷ ഭേദമന്യേ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത സമൂഹ നോമ്പുതുറ പരസ്പര സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശമാണ് പങ്കുവച്ചത്. ടൗൺഹാളിലെ കിച്ചൺ ബ്ലോക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ കെ ജോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി അനൂപ്, ഷാനി റജി, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർമാരായ ജലീൽ പണിക്കവീട്ടിൽ, ആൻഡോ തോമസ്, റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചുട്ടുപൊള്ളുന്ന മീനച്ചൂടിൽ പ്രകൃതിക്ക് കുളിരേകിക്കൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ മറ്റൊരു വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. വേനൽ ചൂടിൽ വെന്തിരുങ്ങുന്ന മണ്ണിലേക്ക് സ്വർണ്ണവർണ്ണം വാരിവിതറുന്ന ഈ കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ മാസങ്ങൾക്ക് മുമ്പേ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ പൂക്കാലം. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയുണ്ടാക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ടു നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞപ്പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിലും കുളിർമയായി പെയ്തിറങ്ങുന്ന ഈ സ്വർണ്ണമഴ വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗം നോർത്ത് സോൺ വാർഷിക സമ്മേളനം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. അഖില മലങ്കര പ്രാർത്ഥനാ യോഗം പ്രസിഡന്റ് മാത്യൂസ് മാർ തേവോദോസിയോസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസന പ്രാർത്ഥനായോഗം വൈസ് പ്രസിഡന്റ് ഫാദർ കുര്യാക്കോസ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു. സോണൽ സെക്രട്ടറി CA ജോൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഖില മലങ്കര പ്രാർത്ഥനായോഗം വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു പ്രക്കാനം ചാരെ പദ്ധതിയെപ്പറ്റി വിവരിച്ചു. ഫാദർ അലക്സാണ്ടർ വട്ടക്കാട്ട് വചന സന്ദേശം നിർവഹിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ VM സാമുവേൽ, അഖില മലങ്കര പ്രാർത്ഥനായോഗം സെക്രട്ടറിമാരായ സനാജി ജോർജ്, ഐസക് തോമസ്, ട്രഷറർ TS ജോർജ്, സോണൽ കോർഡിനേറ്റർ സജി സുൽത്താൻ ബത്തേരി എന്നിവർ പ്രസംഗിച്ചു. പ്രാർത്ഥനായോഗം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി CI കുഞ്ഞുമോൻ, മറ്റ് കേന്ദ്ര ഭദ്രാസന ഭാരവാഹികൾ, ആർത്താറ്റ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിനെതിരെ സമാധാന ദീപം തെളിയിച്ച് ബ്ലൂമിംഗ് ബഡ്സ് വിദ്യാർത്ഥികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്കായി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തി. യുദ്ധം അവസാനിച്ച് ലോകത്ത് സമാധാനം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ മെഴുകുതിരികൾ കത്തിച്ച് വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സ്കൂൾ പ്യൂപ്പിൾ ലീഡർ നേഹ ഷഫീഖ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്നേഹവും സഹിഷ്ണുതയും സമാധാനവും ലോകത്ത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമാധാനത്തിൻ്റെ സന്ദേശം ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OEC വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സമാധാന ദീപം തെളിയിക്കുന്നതിൽ പങ്കാളികളായി. പുന്നയൂർകുളം ആൽത്തറ രാമരാജ സ്കൂളിൽ ഇഫ്താർ സംഗമവും ഉപജില്ലാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാന ചടങ്ങും നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് NG വിനികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നയൂർ പിലാക്കാട്ട് ജുമാ മസ്ജിദ് ഖത്തീബ് ഷിഹാബുദ്ദീൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. റംസാൻ സന്ദേശം കൈമാറി. സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർക്കും ന്യൂമാക്സ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുമുള്ള പുരസ്കാരങ്ങൾ സ്കൂൾ മാനേജർ ഡോക്ടർ CG നന്ദകുമാർ വിതരണം ചെയ്തു. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളം, SSG കൺവീനർ രാമദാസ്, മദർ PTA പ്രസിഡന്റ് ഷബ്ന എന്നിവർ സംസാരിച്ചു.
ഹെഡ്മാസ്റ്റർ എം രാജീവ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കബീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ നിന്നും 1,60,000 രൂപ ചെലവഴിച്ച് 32 വിദ്യാർത്ഥികൾക്കാണ് മേശ, കസേര എന്നിവ ലഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ഇംപ്ലിമെന്റ് ഓഫീസർ ജിഷ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ജനുവരി 31 മുതൽ മാർച്ച് 27 വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന രഥയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്തെത്തിയ രഥയാത്രയെ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്നു നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി ശങ്കരാനന്ദ സരസ്വതി, KK സുമേഷ് കുമാർ, ബാബുരാജ് കേച്ചേരി, ഹരികുമാർ ഭട്ടതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. LDSF കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CPM കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. LDSF ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് രാജ് അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ്, SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി അൻഷാദ്, കുന്നംകുളം ഏരിയ പ്രസിഡന്റ് അക്ഷയ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബില എന്നിവർ സംസാരിച്ചു. LDSF ഭാരവാഹികളായി ചെയർമാൻ അജയ് രാജ്, കൺവീനർ അനസ് ജോസഫ് എന്നിവരെ തിരഞ്ഞെടുത്തു. കടപ്പുറം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികളായ CS സുനില, രവി വടക്കുട്ട്, ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. എങ്ങണ്ടിയൂർ നാരായണ ഗുരുകുലത്തിലെ സ്വാമി തത്വതീർത്ഥ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ജ്യോതി ബസു അധ്യക്ഷനാകും. അന്നേ ദിവസം രാവിലെ 9:30 വിളംബരം അറിയിച്ച് ബൈക്ക് റാലി ഉണ്ടാകും. ഇരട്ടപ്പുഴ സെന്ററിൽ നിന്ന് ആരംഭിച്ച് കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇരട്ടപ്പുഴയിൽ സമാപിക്കും. വൈകിട്ട് നാരായണീയ പാരായണം, മെഗാ തിരുവാതിര, വീരനാട്യം, നൃത്തങ്ങൾ, ആദര സദസ്സ് എന്നിവയുണ്ടാകും. ഏനാമാക്കൽ ഫ്രണ്ട്സ് ഓഫ് കെട്ടുങ്ങൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അഭിജിത്ത്, ഫൈസൽ കോടമുക്ക് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്ലബ് പ്രസിഡന്റ് ഷെരീഫ്, സെക്രട്ടറി സാബിർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരും നേതൃത്വം നൽകി. മറ്റു ഭാരവാഹികളും ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. പ്രവാസികൾക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിലെ ഇളനീരാട്ട മഹോത്സവം നാളെ ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന പൂജകൾക്ക് തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കൈതക്കോട്ടു മനക്കൽ നാരായണൻ ഭട്ടതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,365 രൂപ, പവന് 1,17,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. ചിറക്കൽ ആനപ്പറമ്പ് റോഡിൽ ചെറുവത്തൂർ ബേബി നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ശാന്ത ഭാര്യയും ലിജി, ബിജു, ബിനു എന്നിവർ മക്കളുമാണ്. പെലക്കാട്ട് പയ്യൂർ തെരിയത്ത് ഖാദർ മകൻ മുസ്തഫ നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം പെലക്കാട്ട് പയ്യൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സൈനബയാണ് ഭാര്യ. മൈമൂന, നസീമ, ഷംസുദ്ദീൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.